നമ്മുടെ രാജ്യത്തൊരു വിമാനാപകടം ഉണ്ടായി 200 മുകളിലുള്ള ആൾക്കാർ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട് നിൽക്കാൻ നേരത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് ചില ആൾക്കാർ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുടെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ ചില ആൾക്കാരുടെ കമന്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോവാണ് സത്യത്തിൽ ചെയ്ത്. ഒരാൾ ഇട്ടിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ്. ആ കമന്റ് ദുരന്തത്തിനിടയ്ക്ക് ഒരു സന്തോഷ വാർത്ത എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരൻ കമന്റ് ഇട്ടിരിക്കുന്നത്. ഇതേ മാതൃകയിൽ കമന്റ് ഇട്ടിരിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു എന്നുള്ളതാണ്. ഇവരെ സന്തോഷിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അപകടത്തിൽ ഒരാൾ കൂടി മരണപ്പെട്ടിട്ടുണ്ട്. BJP നേതാവായിരുന്ന വിജയ് രൂപാണി 2016 മുതൽ 2021 വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയും ഈ അപകടത്തിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ടു പോവുകയാണ്. ഈ മരണമാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഒരു BJPയുടെ ലീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരിക്കാം. എന്നാലും എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരാളുടെ മരണത്തിൽ, അല്ലെങ്കിൽ അതോടൊപ്പം 200 മുകളിൽ ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്നു, രാജ്യവും ലോകവും ഒക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ ദുരന്തത്തെ ഓരോരുത്തരും അത്യാവശ്യം മനുഷ്യന്മാരെല്ലാം നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നൊരു പെൺകുട്ടി 3 ദിവസമാണ്, നേഴ്സാണ്, ഞാൻ മനസ്സിലാക്കുന്ന നേഴ്സാണ്. പുള്ളിക്കാരി ലണ്ടനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടും, അതിൻ്റെ ഒരു പേപ്പർ വർക്കിന് വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ അപകടം പറ്റിയത്. ആലോചിച്ച് നോക്കി ഒരു ഫാമിലിയുടെ അവസ്ഥ. ആ ഫാമിലി ആ ദുഃഖത്തിൽ നമ്മൾ നിൽക്കാൻ നേരത്ത് ഇവിടെ ഇങ്ങനെ ആൾക്കാർക്ക് ചിരിക്കാൻ പറ്റുന്നത്, എങ്ങനെ ചിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതോടൊപ്പം നമ്മൾ ആലോചിക്കുക, ആ പ്ലെയിനിലുള്ള എത്രയോ ആൾക്കാർ, 2 പേര് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്, ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇല്ലാതായി പോവാണ്. ആ പ്ലെയിൻ വന്ന് വീണ സ്ഥലത്ത് കുറച്ച് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ എത്തുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അവിടെ ഒരു വലിയ ദുരന്തം, കുറേ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട് നിൽക്കാൻ നേരത്ത് ഇവിടെ കുറേ എണ്ണം കിടന്ന് ആഘോഷിക്കുകയാണ്. ഇതിനകത്തൊരു BJP നേതാവ് വന്നാണ് ഇവിടെ ആൾക്കാർക്ക് ആഘോഷിക്കുന്ന രീതിയിലേക്ക് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം, നിങ്ങൾക്ക് അങ്ങനെ ആഘോഷിക്കാൻ തോന്നുമെങ്കിൽ നല്ല ഒന്നാം തരം ടീമാണ് നിങ്ങളൊക്കെ കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒന്നാം തരം ടീമാണ്. നിങ്ങളൊക്കെ ഈ നാട്ടിൽ എങ്ങനെ വിശ്വസിച്ച് നമ്മൾ കൂടെ നടത്തും എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ. ഇതിനകത്തൊരാൾ ഇട്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: 7000 പാവങ്ങളുടെ വീടാണ് അധികാരമിടുക്കിൻ്റെ മറവിൽ കഴിഞ്ഞ ആഴ്ച പൊളിച്ച് നീക്കിയത്. പാവങ്ങളെ കൊല്ലുമ്പോൾ പണക്കാരെ കൊല്ലാൻ ദൈവത്തിനൊരു ഒരുപാട് വഴികളുണ്ടെന്നുള്ള രീതിയിൽ ഈ പുള്ളിക്കാരൻ അവിടെ മുഖ്യമന്ത്രിയല്ല ഇപ്പം. അത് നിങ്ങൾ മനസ്സിലാക്ക്. മുൻ മുഖ്യമന്ത്രിയാണ് ആ പുള്ളിക്കാരനല്ല അവിടെ ഇതൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താ വിഷയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി ഇങ്ങനെ ഇരുന്നിട്ടാണ് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഖ്യ വിമാനത്തിൽ കയറിയതാണ് എല്ലാത്തിനും കാരണം. വിമാന അപകടത്തിൽ മരിച്ചവർക്കും ഗോത്രയിലെ കലാപത്തിൽ മരിച്ചവർക്കും പ്രണാമം എന്നുള്ള രീതിയിലാണ് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, ഇവിടെ കിടന്ന് ആഘോഷിക്കുകയാണ് ഈ ഒരു ടീം ഇതിനകത്ത് കിടന്ന്. ഇതും ഇയാൾ തന്നെയല്ലേ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് പോകാൻ 150 രാജ്യങ്ങളുണ്ടെന്നും ഇന്ത്യ ഹിന്ദുക്കളുടെയാണെന്നും പ്രസംഗിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി ആണ് മരണപ്പെട്ടതെന്നുള്ള രീതിയിൽ, വിജയ് രൂപാണി എന്നുള്ള രീതിയിൽ. അവിടെ കൊന്നു ഒടുക്കിയ മുസ്ലിം കുഞ്ഞുങ്ങളുടെയും പാവങ്ങളുടെയും ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് വന്നിരിക്കുകയാണ്. വിമാനയാത്ര ചെയ്യുന്ന ഒരാൾക്കും മോശം കമൻറ്റ് ഇടാൻ കഴിയില്ല. ഒരാൾ കമൻറ്റ് വ്യക്തമായ രീതിയിലൊരു കമൻറ്റ് ഇടുന്നു. വിമാനയാത്ര ചെയ്യുന്ന ഒരാൾക്കും മോശം കമൻറ്റ് ഇടാൻ കഴിയില്ല. ഓരോ യാത്രയും ഒരു അനുഭവമാണ് എന്നുള്ള രീതിയിലാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് പോകാൻ 150, അതേ കോപ്പി പേസ്റ്റ് കമൻറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് കലാപത്തിലെ പ്രതികളെ വെറുതെ വിട്ട മഹാൻ, ആദരാഞ്ജലികൾ എന്നുള്ള രീതിയിൽ. ഇയാൾ യാത്രയിൽ ഉണ്ടായതാണ് ഈ ദുരന്തത്തിന് കാരണം എന്നുള്ള രീതിയിലൊരു കമൻറ്റ്. ഗോത്രയിലെ നിരപരാധികളുടെ നിലവിളി ഇപ്പോഴും മുഴങ്ങുന്നു. ഒരു പക്ഷേ ഈ ഒരാളായിരിക്കാം ബാക്കി 241 പേരുടെയും ദാരുണാന്ത്യത്തിന് കാരണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അപകടം നടന്ന വാർത്ത, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. നമ്മളായിരുന്നു ഈ അപകടത്തിൽ പെട്ടത് എങ്കിൽ എന്താവും അഭിപ്രായം എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. ദയവായി പറയുകയാണ്, നമുക്കും നാളെ ഇത് സംഭവിച്ചേക്കാം എന്ന ചിന്ത ഈ ഭൂമിയിൽ നാം ചിന്തിക്കുക. അപകടത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുന്നതാവണം നമ്മുടെ അഭിപ്രായങ്ങൾ. മറിച്ച് ചിന്തിക്കുന്നവർ ദയവായി അഭിപ്രായം രേഖപ്പെടുത്തരുത് എന്നുള്ള രീതിയിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്നിട്ട് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതുപോലുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇരുന്ന് ലോകത്തെ പല ഭാഗത്തും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരു അപകടം നടന്നിട്ട് ഇവിടെ ആഘോഷിക്കുക. അതും ഒരു സ്റ്റേറ്റിൻ്റെ മുൻ മുഖ്യമന്ത്രി അതിനകത്ത് ഉണ്ട് എന്നുള്ള ഒറ്റ പേരിൽ ഇവിടെ പല ആൾക്കാരും കിടന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ ആ പുള്ളിക്കാരൻ ആരാണ്? ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയല്ലേ.
നമ്മുടെ നാട്ടിൽ നോക്കുക, നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയനായിട്ട് നമുക്ക് പലപ്പോഴും പലതരത്തിലും രാഷ്ട്രീയപരമായിട്ട് യോജിപ്പും വിയോജിപ്പൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ വിമർശിക്കുകയും വിമർശിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അനുകൂലിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നും പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ, അല്ലെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ, നമ്മൾ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി വിഷയത്തിൽ ഈ വിനായകനൊക്കെ ഇരുന്ന് അന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം വിമർശിച്ച ആൾക്കാരാണ്. കാരണം അന്ന് ഒരു മനുഷ്യൻ അവിടെ മരണപ്പെട്ട് നിൽക്കുമ്പോഴാണ് അമ്മ അതിൽ ഡയലോഗൊക്കെ അടിച്ചത്. നമ്മൾ കൃത്യ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, വിമർശിക്കേണ്ടവർ വിമർശിച്ചിട്ടുണ്ട്. ഒരു ദുരന്തം ഉണ്ടായി നിൽക്കുമ്പോൾ ഇമാതിരി ചെറ്റവർത്തമാനം പറയരുത് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അമ്മാതിരി ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ പല ചാനലുകളുടെയും, പ്രത്യേകിച്ച് ചില ചാനലുകളുണ്ട് ഇവിടെ ഈ നാട്ടിൽ ചില ചാനലുണ്ട്. ഈ ചാനലിലൊക്കെ കമൻറ്റ് ബോക്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ സഹതാപം തോന്നും. സഹതാപം ലോകത്തിൻ്റെ പല ഭാഗത്തും പല ആൾക്കാർക്കും വേണ്ടിയും മനുഷ്യത്വത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കരഞ്ഞ ആൾക്കാരാണ് ഈ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ ഒരു വിമാനാപകടം നടക്കുമ്പോൾ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കൗതുകം. ഭയങ്കര മനുഷ്യസ്നേഹമാണ്. ലോകത്ത് പല സ്ഥലത്തും ഇവരിരുന്ന് കരയുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഭയങ്കര മനുഷ്യസ്നേഹത്തിൻ്റെ പേരിൽ, കുഞ്ഞുങ്ങൾക്ക് പേരിൽ. ഈ വിമാനാപകടത്തിൽ മരണപ്പെട്ടു പോയ ആൾക്കാർക്കും വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഓരോരുത്തരുടെയും പ്രതീക്ഷയാണ്. ആ മരണപ്പെട്ട മലയാളിയുടെ വീട്ടിലും ആൾക്കാരുണ്ട്, കുട്ടികളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. BJP ലീഡറായാലും കോൺഗ്രസിൻ്റെ ലീഡറായാലും കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും, അതേതും നാടിൻ്റെ മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും മനസ്സിലാക്കേണ്ട ഇതൊരു ദുരന്തമാണ്. ഈ ദുരന്തത്തിൽ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുക, അല്ലാതെ ഇമാതിരി ഇരുന്ന് ഡയലോഗ് അടിക്കരുത്. നാണം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ പ്രതികരിക്കൂ. ഒരല്പം മനുഷ്യത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരാണ് ഇവിടെ ഇരുന്നിട്ട് മനുഷ്യത്വത്തിന് വേണ്ടിയും മനുഷ്യർക്ക് കുഞ്ഞുങ്ങൾക്കും വേണ്ടിയും ലോകത്തിൻ്റെ പല സ്ഥലത്തും നടക്കുന്ന, പല സ്ഥലം ഞാൻ പറഞ്ഞത്, ചില പ്രധാനപ്പെട്ട സ്ഥലത്തിന് വേണ്ടിയൊക്കെ ഈ പ്രൊഫൈലൊക്കെ കയറി നോക്കാൻ നേരത്ത് കാണാം പലതും. അപ്പോൾ എന്തായാലും മരണപ്പെട്ട എല്ലാവരുടെയും ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മളിപ്പം വിമാന ദുരന്തം എന്ന് പറയാൻ നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിലല്ല ഇത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇപ്പം എയർ ഇന്ത്യ, ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, വലിയ രീതിയിൽ ഓർഡർ പോയിട്ടുണ്ട്. ഇപ്പം വിമാനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ ഒരു ന്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പഴഞ്ച വിമാനങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഈ ക്വാളിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പല രാജ്യങ്ങളുള്ള ക്വാളിറ്റി ചെക്ക് അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ്, ഈ പഴക്കം, ഇതിപ്പം സെക്യൂരിറ്റി എല്ലാ വിഷയത്തിലും നമ്മൾ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ സാധാ റോഡിൻ്റെയൊക്കെ പണി നിങ്ങൾ നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് നോക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സെക്യൂരിറ്റി ഇല്ലാതൊരു സാധനം, തലയിലൊരു ക്യാപ്പ് പോലും വെക്കാതെ ഈ സെക്യൂരിറ്റിയുടെ ഇതുപോലും ഇല്ലാതെ വലിയ ബിൽഡിങ് പണിയുന്നത് ഞാൻ അടുത്ത സമയത്ത് എവിടെയോ കണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് നടന്നിട്ടിരിക്കുക നമ്മുടെ നാട്ടിൽ. ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ മനുഷ്യന്മാർ ഇപ്പോഴും മുളവടിക്കകത്ത് കയറി നിൽക്കുക. ഇത് നമ്മുടെ നാട്ടിൽ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി ചെക്ക്, ഇമാതിരി കലാപരിയുടെ പ്രഹസനമാണ്. ഒരു കാര്യമില്ല. ഈ റോഡ് ഇപ്പം ഹൈവേ പണിയുന്നു, പല സ്ഥലത്തും കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സൈഡിൽ കൂടെ ആളെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മളെ വലിയ കുഴിക്കകത്ത് വീഴും. ഇത് നമ്മുടെ നാടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ഒരു ക്വാളിറ്റി ഇല്ലായ്മയുണ്ട്. ഇത് മാറേണ്ടതായിട്ടുണ്ട്. ഇത് ഗവൺമെൻറ് തീരുമാനിച്ചാലേ മാറ്റാൻ പറ്റും.